കേരള മുഖ്യമന്ത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ സാഹിത്യകാരന്മാരടക്കം എല്ലാവരും ഇപ്പോൾ ഒരു ലോഡ് വിമർശനവും കൊണ്ടുവരാണ്. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവർക്കും ഇട്ട് കൊട്ടാനുള്ള ചെണ്ടയല്ല മുഖ്യമന്ത്രി. ഗോവിന്ദമാഷ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്, അടുത്ത് ചെല്ലാൻ നോക്കണ്ടട്ടാ, ചെന്ന കരിഞ്ഞു. എല്ലാരോടും കൂടിയായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, സ്തുതിപാടലും വാഴ്ത്തലുകളും വ്യക്തി ആരാധനയും മാത്രമേ ഇവിടെ എടുക്കണുള്ളൂ, അല്ലാണ്ട് വിമർശനമൊന്നും ഇരട്ടച്ചങ്ങന്റെ അടുത്ത് ഇറക്കണ്ടട്ടാ. അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. വഴിയെ പോണ എല്ലാ പണിയും ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തോടാണല്ലോ. മുഖ്യമന്ത്രിനെ വേദിയിലിരുത്തി MT പറഞ്ഞത് കേട്ടില്ലേ? അധികാരം എന്ന് പറഞ്ഞാല് ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്ന്. ജനസേവനത്തെ കുഴിവെട്ടി മൂടി ആൾക്കൂട്ടത്തെ ആരാധകരായും പടയാളികളായും മാറ്റാമെന്ന്. സ്വന്തമായി പാട്ടൊക്കെ കിട്ടി കത്തിക്കേറി നിൽക്കുമ്പോ തന്നെ MT പോലുള്ളവർ ഇങ്ങനെ പറയുന്നത് എന്തൊരു കഷ്ടമാണ്. CM വിഷമിക്കാണ്ടിരിക്കെ ഈ സീനൊക്കെ വെളുപ്പിക്കാൻ പറ്റിയ പടയാളികൾ നമ്മുടെ അടുത്തുണ്ടല്ലോ, അവരെല്ലാം ശരിയാക്കി തരും. MT തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. മാത്രമല്ല അങ്ങനെ MD അങ്ങനെ ഉദ്ദേശിക്കേണ്ട കാര്യവുമില്ല. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനനേതാവാണ്. കുതിരയാണ് കഴുകനാണ് എന്നൊക്കെ അറിഞ്ഞൂടെ? അതുകൊണ്ട് MT ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിനെ ആവാൻ വഴിയില്ല. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച MT ഇതാണ് എഴുതി കാട്ടുന്നത്. നോക്കണം നിങ്ങൾ, ഇത് മാധ്യമ പ്രവർത്തന രീതിയാണ്. ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറയാം, ഞാൻ കേരളത്തിലെ സർക്കാരിനെതിരെ പറയാം എന്ന് MT അവിടെ വിളിച്ചയാളോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. എല്ലാ മാധ്യമ പ്രവർത്തകരുടെ കുഴപ്പമാണ്. സർവാധിപത്യം, ആരാധകര്, തെറ്റുപറ്റിയാലും സമ്മതിക്കണ പതിവില്ല. ഇങ്ങനെയുള്ള കാര്യമൊക്കെ MT CM-നെ കുറിച്ച് പറയുന്നത് തോന്നുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുള്ള ആളല്ലേ നമ്മുടെ മുഖ്യമന്ത്രി. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ? ഇടതുപക്ഷത്തെ മാത്രം ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് ഇടതുപക്ഷം ആത്മപരിശോധന ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. MD പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്, അത് ആത്മപരിശോധന ചെയ്യണമെന്ന്. ഇതൊരു വലിയ അവസരമാണ് MD ഒരുക്കിയിട്ടുള്ളത്. അയ്യോ പണിപാളിലോ. MT ഉദ്ദേശിച്ചത് ഇടതുപക്ഷത്തിന് തന്നെയാണെന്നാണല്ലോ സാഹിത്യകാരൻ NS മാധവനും പറയണത്. എങ്ങനെയെങ്കിലും ഇവിടെ കോംറേഡ്സ് ഇതിനെ വെളുപ്പിക്കാൻ നോക്കുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക നായകരൊക്കെ ഇങ്ങനെ പറയണത് എന്തൊരു കഷ്ടമാണ്. MT നമ്മുടെ രാജ്യത്തിന്റെ ഔന്നത്യമാണ്. അദ്ദേഹത്തിൻ്റെ മൂർച്ചയേറിയ വാക്കുകളും അക്ഷരത്തിൻ്റെ ശക്തിയും എല്ലാ മലയാളികൾക്കും തിരിച്ചറിവുള്ളതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറഞ്ഞ മൂർച്ചയേറിയ വാക്കുകൾ ഒരു കാരണവശാലും ബധിരകർണങ്ങളിൽ പതിക്കരുതെന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. സതീശേട്ടാ നൈസായിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഗോളടിക്കാൻ നോക്കാണല്ലേ? സതീശേട്ടനെ പറഞ്ഞിട്ടും കാര്യമില്ല. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോ എല്ലാം രാഷ്ട്രീയ ആയുധാക്കാൻ നോക്കണതാണല്ലോ ഇവിടുത്തെ ഒരു നാട്ടു നടപ്പ്. വ്യക്തിപൂജയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപൂജയെ കുറിച്ചാണ്. അധികാരം എങ്ങനെ മനുഷ്യനെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പ്രേരിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പോകുന്നത്. അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നു എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞു വന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളാണ്. അതിൽ പ്രതികരിക്കാൻ മറന്നുപോയ സാംസ്കാരിക പ്രവർത്തകർക്ക് കൂടിയുള്ള ഒരു വഴിവിളക്കാണ് അദ്ദേഹം കത്തിച്ചു വെച്ച് പോയത്. ഓരോരുത്തർക്കും ഇവിടെ വിളക്കും കത്തിച്ചു വെച്ച് പോയാൽ മതി, അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരാണല്ലോ. സതീശേട്ടൻ അങ്ങനെ ഇതുമ്മ പിടിച്ച ആളാവാന്ന് കരുതണ്ടാ. ഇപ്പൊ ഇറക്കിയ ക്യാപ്സൂളുകളൊന്നും ഫലിച്ചില്ലെങ്കിൽ ഞങ്ങൾ വേറൊരു ഐറ്റത്തിന് രംഗത്തിറക്കും. ആരാ? സാക്ഷാൽ EP ജയരാജൻ. MD കേന്ദ്ര ഗവൺമെന്റിനെയാണ് വിമർശിച്ചത്, നരേന്ദ്രമോദിയാണ് വിമർശിച്ചത് എന്നാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണത്തിൽ അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് എന്റെ നിരീക്ഷണം. മിസ്റ്റർ VD സതീശൻ, ഞങ്ങളുടെ EP സഖാവിന്റെ നിരീക്ഷണം നിങ്ങൾ കേട്ടല്ലോ അല്ലെ? MT മോദിജിയാണ് വിമർശിച്ചത്, അല്ലാണ്ട് പിണറായി വിജയനല്ല. നിങ്ങളുടെ വിമർശനം ഒന്നും ഞങ്ങളുടെ EPക്ക് എത്ര നിരീക്ഷിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവണമില്ല. EP ജയരാജന് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു. എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇനി മോഡിയെ കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല, പക്ഷെ ഫലത്തിൽ പിണറായിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് മോഡിക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയം. ജയരാജനും മനസ്സിലാകാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ വലിയ പാടാണ്.
നമ്മളത് മനസ്സിലാക്കി കൊടുക്കുക. EP ജയരാജന് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായില്ലെന്നല്ലേ? അപ്പൊ അവിടെ ഞങ്ങളുടെ EPക്ക് അപമാനം. ഞങ്ങളുടെ EP സഖാവിന്റെ ബുദ്ധി നിരീക്ഷണ പാഠവും എന്താന്ന് കാണിച്ചു തരാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പലരുടെയും വീടുകളിലൊക്കെ മഹാത്മജിയുടെ പടമില്ലേ, നെഹ്റുവിന്റെ പടമില്ലേ, ശ്രീനാരായണ ഗുരുവിന്റെ പടമില്ലേ, അയ്യങ്കാളിയുടെ പടമില്ലേ, പിന്നെ ആർ ശങ്കരന്റെ പടമില്ലേ, ചട്ടമ്പി സ്വാമികളുടെ പടമില്ലേ, മന്നത്ത് പത്മനാഭന്റെ പടമില്ലേ, EMSന്റെ പടമില്ലേ, AKGയുടെ പടമില്ലേ? എങ്ങനെയാ വരുന്നത്? ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹൽ വ്യക്തികളിൽ അവരെ കുറിച്ചിട്ടുള്ള ഓരോ മനുഷ്യന്റെയും വീരാരാധനയുണ്ട്. അവരുടെയെല്ലാം ഇഷ്ട നേതാക്കളുണ്ട്. അവരോടെല്ലാം ഉള്ള അങ്ങേയറ്റത്തെ അതിരുകവിഞ്ഞ വാത്സല്യവും സ്നേഹവും വിശ്വാസവുമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നേതാക്കളെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കവിത എഴുതും. ഇവിടെ എല്ലാവരുടെയും വീട്ടിലും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടാവില്ലേ, നെഹ്റുവിന്റെ ഫോട്ടോ ഉണ്ടാവില്ലേ, ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഫോട്ടോ ഉണ്ടാവില്ലേ? വീരപുരുഷന്മാരോട് ആരാധന തോന്നാന്നുള്ളത് സ്വാഭാവികമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വീരപുരുഷനാണെന്ന് അറിഞ്ഞൂടെ? അപ്പോ പാട്ടും നാടകവും സിനിമയും ഒക്കെ വരാം, അതൊക്കെ സ്വാഭാവികമാണ്. പിണറായി വിജയൻ നാടിന്റെ അജയൻ, നാട്ടാരക്കെല്ലാം സുപരിചിതൻ. EPയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പിണറായി വിജയൻ വില്ലാളി വീരനാണ്, വീരപുരുഷനാണ്. അപ്പൊ കുറച്ച് വീരാരാധനയൊക്കെ ആവാം. പിന്നെ EP വ്യക്തി ആരാധന നമ്മുടെ പാർട്ടിയുടെ നയല്ല കേട്ടോ. നമ്മൾ ഇടയ്ക്ക് അത് മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഇത്തരത്തിലുള്ള വീരാരാധനയല്ല. ഞങ്ങൾ വ്യക്തിത്വത്തിൽ നിഷേധിക്കുന്നവരല്ല. EMS ഒരു പ്രതിഭയാണ്. ഈ പിണറായി വിജയൻ ഒരു പ്രതിഭയാണ്. ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും ഒരു അസാമാന്യമായ പ്രതിഭയായിട്ടാണ് പലരും കാണുന്നത്, ഞാനും കാണുന്നത്. അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, കോൺഗ്രസിന്റെ നേതാക്കൾ, BJPയുടെ നേതാക്കളെ ഇങ്ങനെ ആരാധിക്കുന്നില്ലേ? അവരെല്ലാം അവർ പൂജിക്കുന്നില്ലേ? അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരല്ല. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തി ആരാധനയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ആരാധിക്കുന്നില്ല. പക്ഷേ ഈ പൊതുസമൂഹത്തിലുണ്ടാകുന്ന വികാരങ്ങൾ കവിത എഴുതുന്നവരിലൂടെ വന്നിട്ടുണ്ടാകും. വ്യക്തി ആരാധനയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയല്ല. വെറുതെ ഓരോന്ന് വളച്ചൊടിക്കരുത്. പക്ഷെ പിണറായി വിജയൻ അത് അസാമാന്യ പ്രതിഭയാണ്. ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ്, സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടാ, കരിഞ്ഞു പോകും. മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, മലയാള നാടിൻ മന്നനെ, പിണറായി വിജയൻ നാടിന്റെ അജയൻ, നാട്ടാരക്കെല്ലാം സുപരിചിതൻ. എല്ലാ കാലത്തും, മുമ്പ് മാത്രമല്ല, എല്ലാ കാലത്തും വ്യക്തി ആരാധനയെയോ അതുപോലെ തന്നെ വ്യക്തിപൂജയെയോ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല. അതിനെ എല്ലാ കാലത്തും വിമർശിക്കുകയും തിരുത്തൽ വരുത്തുകയും ചെയ്തിട്ടുള്ളവരാണ്. MTയുടെ വിമർശനം ആരുദ്ദേശിച്ചിട്ടായാലും വീരാരാധന അത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഒരേ സമയം വ്യക്തിപൂജയെ എതിർക്കുന്നതും വാഴ്ത്തുപാട്ട് സ്ഥിരം ക്യാപ്സ്യൂളാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം പാർട്ടി പ്രവർത്തനമാണ് ഇവിടെയുള്ളത്. എല്ലാം പിണറായി വിജയന്റെ ഐശ്വര്യവും കടാക്ഷവും, അല്ലാതെ എന്താ പറയാ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം. അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.